മാർച്ച് 30 ഞായറാഴ്ചയാണ് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാറ്റൂരിലേക്കാണ്. കുറേ കാലമായിട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്, മാഹിയും ഒരു തവണ പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം കുഞ്ഞനുണ്ടായി കഴിയുമ്പം മലയാറ്റൂർ മല കയറാമെന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാഹിക്ക് മുൻപ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത റൂമിലൊരു വല്യമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ആരോഗ്യത്തോടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവനെയും കൊണ്ട് മലയാറ്റൂർ പോയി മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം നമ്മളത് പ്രാർത്ഥനകളെല്ലാം നടത്തണമല്ലോ. എങ്ങനെ ഇങ്ങോട്ട് നോക്കി. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, മാഹിയുടെ ഫ്രണ്ടും ഫാമിലിയും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കളിച്ചും ചിരിച്ചും അടികൂടിയും ഒക്കെ ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ മലയാറ്റൂർ അടിവാരം പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം മലയാറ്റൂർ മല കയറാൻ പോകുന്നവരൊക്കെ അടിവാരം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകണമെന്ന് ഇങ്ങനെ ഒരു കേട്ടറിവുണ്ട്. അങ്ങനെ നമ്മൾ അടിവാരത്തെത്തി. അതിനുശേഷം നമ്മൾ പള്ളിയിൽ കയറി. പിന്നീട് അതിന് തൊട്ടടുത്ത് തന്നെയാണ് പെരിയാർ നദി. അപ്പം അവിടെ ഒരുപാട് പേര്, ഒരുപാട് നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള വിശ്വാസികളൊക്കെ കുളിക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയുടെ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടുണ്ടായില്ല. നമ്മളും വെയിലായതുകൊണ്ട് പുഴയിലോട്ട് അങ്ങനെ ഇറങ്ങിയുമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഉച്ച സമയമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ മല കയറാം എന്ന് വിചാരിച്ചു. ഇതാണ് മലയാറ്റൂർ അടിവാരം പള്ളി. നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോകുന്നവർ ആദ്യം ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരു സമാധാനം. ഉച്ചവെയിൽ നല്ല കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. കാറിൻ്റെ അകത്ത് AC ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ AC-യിലേക്ക് കയറിയപ്പോഴുള്ള സമാധാനമാണ് നിങ്ങൾ കേട്ടത്. അവിടെ എന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ ഇതാ നക്ഷത്ര തടാകം എത്തി കേട്ടോ. ഇവിടെ ന്യൂ ഇയറിൻ്റെ സമയത്ത് ചുറ്റിനും 10,000 നക്ഷത്രങ്ങൾ ഇങ്ങനെ ഇട്ട് വെക്കുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നെ കാണാനൊരു MGR ലുക്ക് ഉണ്ടോ പറയണേ. അങ്ങനെ നമ്മളിതിപ്പോൾ ഇതാ മെഴുകുതിരിയൊക്കെ മേടിച്ച് നമ്മളിനി മല കയറാനായിട്ട് പോവുകയാണ്. ഇത് തിരുക്കുടുംബത്തിൻ്റെ രൂപമാണെന്നാണ് പറഞ്ഞത്. ഇത് അവിടെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് അത് തന്ന ആൾക്കാർ പറഞ്ഞത്. 9:30 വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു. കൂടാതെ തീർത്ഥാടന കാലത്ത് രാവിലെ 5:30 7:30 അവിടെ ഓഫീസിൽ വെച്ചിട്ട് അവിടുത്തെ പ്രാർത്ഥനാ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടുന്ന് കുറച്ച് മുന്നോട്ട് മാറിയിട്ട് ഇടത്തുവശത്തായിട്ട് ഇവിടെ വിശുദ്ധ തോമാശ്ലീഹായുടെ ഒരു രൂപം ഉണ്ട്. പ്രാരംഭ പ്രാർത്ഥനാ സ്ഥലമാണ്. അതായത് നമ്മൾ മല കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം മല കയറാൻ തുടങ്ങാനായിട്ട്. അപ്പം ക്രിസ്തീയ വിശ്വാസികൾ അവിടെ വന്ന് പ്രാർത്ഥനാ ഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആലപിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചിട്ടാണ് കയറുക. എനിക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ നല്ലത് വരുത്തണേ, മല കയറാനുള്ള ശക്തി തരണേ എന്നുള്ള പ്രാർത്ഥനയായിട്ട് നമ്മൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ
മല കയറാനായിട്ട് പോവാണ് കേട്ടോ. കുഞ്ഞുണ്ണിക്ക് ഉറക്കം ശരിയാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കയറി തുടങ്ങിയപ്പം അവന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ നോർമലായിട്ടോ. തിരിച്ചിറങ്ങുന്നത് വരെ അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അവൻ നല്ല ഹാപ്പി ആയിട്ട് എൻ്റെയും മഹിയുടെയും രവിചേട്ടൻ്റെയും ഒക്കെ കയ്യിലായിട്ട് മാറി മാറി ഇരുന്ന് അവൻ നല്ല കുട്ടിയായിട്ടിരുന്നു. കിങ്ങിണിയും അങ്ങനെ തന്നെ കേട്ടോ. കിങ്ങിണിയെ കൊണ്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എന്നാൽ ഇവർ രണ്ടുപേരും ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം 3:15 കൂടിയാണ് മല കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് ഏകദേശം 6:45 7:15 ആയപ്പോഴാണ് നമ്മൾ താഴെ എത്തിയത്. അപ്പോൾ കാടിന് നടുവിലൂടെയാണ് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇറങ്ങി വരുന്ന സമയത്തും ആൾക്കാർ കൂട്ടമായിട്ട് മല കയറുന്നുണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും എനിക്ക് വിശ്വാസമാണ് ഇത് കിങ്ങിണിയുടെ ക്യാമറ വൈഭവമാണ് കേട്ടോ. കിങ്ങിണി തന്നെ ഫോട്ടോ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ ക്യാമറ വാങ്ങിച്ച് എടുക്കുന്നതാണിത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ടല്ലോ. അതുപോലെ നമുക്കും ഓരോ കാരണം ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്നു. പക്ഷേ ഇതിലെല്ലാം പെട്ടുപോയത് ബിന്ദുവാണ്, അതായത് പ്രവിചേട്ടൻ്റെ ഭാര്യ. നമ്മളിങ്ങനെ മലയാറ്റൂർ പോകുന്നു എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരി വിചാരിച്ചത് നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് പോകുന്നത്, പോയി എൻജോയ് ചെയ്ത് തിരിച്ച് വരാം എന്നാണ് പുള്ളിക്കാരി കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും മല കയറാനുണ്ടെന്നോ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെന്നോ ഒന്നും ആൾക്കറിയണ്ടായില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന് മുകളിലെത്തണം എന്നുള്ളത്. ഏകദേശം 1-ാം സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ ബിന്ദു പറഞ്ഞു തിരിച്ചു പോകാം, എനിക്ക് പറ്റുന്നില്ല എന്ന്. പക്ഷേ ആൾ നന്നായിട്ട് കയറി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് തിരിച്ചിറങ്ങിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ എത്രയോ മുമ്പേ കുഞ്ഞിനെ എടുത്ത് കിങ്ങിണിയെ എടുത്ത് ബിന്ദു താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒരു കുഞ്ഞു മോളെയായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി പോകുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുണ്ണി ഇതാ പോകുന്നു. അവന് എവിടെ ചെന്നാലും നടക്കണം. എടുക്കാൻ അവൻ എന്തായാലും നമ്മളെ സമ്മതിക്കാറില്ല. കുറവാണ് അവനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അവന് നടക്കണം, കാര്യങ്ങളെല്ലാം കാണണം, അങ്ങനെ ഒരു മൈൻഡാണ് കുഞ്ഞിന്.
കുഞ്ഞായിട്ട് നിൽക്കുന്ന ഒരു കുരങ്ങനും കുഞ്ഞായിട്ട് നിൽക്കുന്ന ഒരു കുരങ്ങച്ചിയും. പിന്നെ കല്ലെടുത്ത് കല്ല് കളയ കൊരങ്ങിന് കൊടുത്തിട്ട് പോവും. ഞാൻ കൊരങ്ങെ പിടിച്ചോ. കൊരങ്ങ എടുത്തോണ്ട് പോവും. കല്ല് കള. ഇനി നമുക്ക് കുറച്ച് ചരിത്രം പറയാം അല്ലേ. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങളാണ്. വിശുദ്ധ തോമാശ്ലീഹ മലയാറ്റൂർ വരികയും അവിടെ പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയ തോമാശ്ലീഹ ഒരു പാറയിൽ തൊട്ടപ്പോൾ അവിടെ പൊൻകുരിശ് ഉയർന്നു വന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ആ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടാണ് മുകളിൽ ഒരു പൊൻകുരിശ് സ്ഥാപിച്ചിട്ടുള്ളത്. തോമാശ്ലീഹ 20 വർഷത്തോളം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നും അതിൻ്റെ പ്രതീകമായിട്ട് തോമാശ്ലീഹ മണ്ഡപത്തിൻ്റെ താഴെയായിട്ട് 20 പടിക്കെട്ടുകൾ സ്ഥാപിച്ചതെന്നും കേട്ടിട്ടുണ്ട്. പണ്ട് വന്യജീവികൾ ധാരാളം, പണ്ടെന്നല്ല ഇപ്പോഴും അതെ, ഇപ്പം ഈ ആൾക്കാരും ബഹളമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം വന്യജീവികൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങാത്തത്. പക്ഷേ പണ്ട് അതുപോലെയല്ല, ശാന്തമായിട്ടുള്ള കാടാണ്. അപ്പോൾ വെള്ളം തേടിയും മറ്റും കാട്ടാനകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് മുകളിലെ പള്ളിയുടെ ഒരു ഭാഗത്തെ ചുമര് കാട്ടാന കുത്തിയിട്ട് ഇപ്പോഴും ആ പാട് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് പോകുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. അവിടെ ഗ്ലാസ്സൊക്കെ ഇട്ട് ആ ഭിത്തി അതുപോലെ തന്നെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് പുതിയ പള്ളിയിലാണ് ആരാധനയും മറ്റും നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ട് കാലത്ത് ഇത്രയും സാധനങ്ങളും ഒക്കെ ചുമന്ന് മുകളിലെത്തിച്ചിട്ടുള്ളത്. ഇന്നും ചുമന്ന് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നടന്ന് കയറുന്നതും ഇത്രയും വലിയ കെട്ടുകളൊക്കെ തലയിൽ ചുമന്ന് കയറ്റുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവയാത്രയെ അനുസ്മരിച്ച് 14 സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓരോ സ്ഥലത്തും പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ മല കയറി പൂർത്തിയാക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം 12ാം സ്ഥലം എത്തുമ്പോൾ തുടങ്ങി ഇതുപോലെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന സ്റ്റാളുകളുണ്ട്. അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള വെള്ളം തീർന്നു, ബാക്കി കയറാനുള്ള എനർജി തീർന്നു എന്ന് പറഞ്ഞ് ഒരു നാരങ്ങാ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ അവിടെ ഇരുന്നതാണ് കേട്ടോ. പിന്നീട് 13-14 സ്ഥലങ്ങൾ, അത് വളരെ തൊട്ടടുത്താണ്. ഇത്രയും കയറിയപ്പോൾ തന്നെ അതാ എത്തി എന്നുള്ള ഒരു സന്തോഷമാണ്, നമ്മളിത് പൂർത്തിയാക്കി എന്നുള്ള സന്തോഷമാണ് കേട്ടോ നമുക്ക് വരിക. അങ്ങനെ നമ്മൾ മല കയറി പൂർത്തിയാക്കി. മുകളിലുള്ളത് തോമാശ്ലീഹായുടെ ഒരു രൂപം, തോമാശ്ലീഹ മണ്ഡപം, അതുപോലെ തന്നെ ആനകുത്തിയ പള്ളിയും അതുപോലെ തന്നെ അപ്പുറത്തുള്ള പുതിയ പള്ളി, പിന്നെ പൊൻകുരിശ്. ഇത്രയും കാര്യങ്ങളാണ് മുകളിലുള്ളത്. അപ്പം നമ്മളിവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് പൊൻകുരിശ് തൊട്ട് വണങ്ങി താഴെ മല ഇറങ്ങി വരികയാണ് ചെയ്യുക. മല ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വിശുദ്ധ തോമാശ്ലീഹായുടെ പാദം
പതിഞ്ഞിരിക്കുന്നു എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവിടെ തോമാശ്ലീഹയുടെ പാദമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡപം അവിടെ പണിതിട്ടുണ്ട്. ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പാദമുദ്ര കാണാം. അങ്ങനെ നമ്മൾ ഇതാ മുകളിലെത്തിയിട്ടോ.
അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് അത്ഭുത കിണർ. ഇത്രയും ഉയരെയുള്ള ഒരു പാറക്കെട്ടുകൾക്ക് നടുവിൽ ഒരു കിണർ, അതിൽ നിറയെ വെള്ളം, അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണല്ലേ. അപ്പം ആ കിണറിലെ വെള്ളം കോരി കുടിക്കുന്നത് നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പം നമ്മളും അതുപോലെ ഇതാ വെള്ളം കോരി താഴോട്ട് ഇറങ്ങുമ്പോൾ ഇനി നമുക്ക് വെള്ളം കുടിക്കണമല്ലോ, അതിന് നമ്മുടെ കുപ്പിയിൽ വെള്ളം എടുത്ത് നമ്മൾ കൊണ്ടുപോവുകയാണ്. പിന്നെ പോകുന്നവർ ശ്രദ്ധിക്കാനുള്ള കാര്യം, കാടാണ്. നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒന്നും അവിടെ ഇവിടെ വലിച്ചെറിയാതിരിക്കുക. അതൊക്കെ ഇടാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ മാത്രം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ ഇവിടെയായിട്ട് ഒന്നും വലിച്ചെറിയരുത്. അപ്പം നമ്മളിതാ പൊന്നിൻ കുരിശ് തൊട്ട് വണങ്ങി നമ്മളിനി മല ഇറങ്ങുകയാണ് കേട്ടോ. മുകളിലേക്ക് ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ട്. അത് കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ അതും കൂടി കണക്കിലെടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. സമയം 6:10 നമ്മൾ മല ഇറങ്ങി തുടങ്ങുകയാണ്. സൂര്യനും അസ്തമിക്കാറായി. അപ്പം നമ്മളിതാ ഇങ്ങനെ മലയിറങ്ങി. ഈ സമയത്തും ഒരുപാട് പേര് മല കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മുകൾ ഭാഗത്താണ്, പക്ഷെ നമ്മൾ താഴെ എത്തുമ്പോഴത്തേക്കും ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ആൾക്കാർ മല കയറുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇവിടെ കയറുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എത്ര സമയം വരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇറങ്ങി താഴെ എത്തുമ്പം 7:15 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ആൾക്കാർ മല കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയണ്ട, കാലിങ്ങനെ കിട്ടുകിട്ടുകിട്ടാ വിറയ്ക്ക. നിങ്ങൾക്കുണ്ടോ? പിന്നെ എനിക്ക് നിക്കാൻ പറ്റുന്നില്ല. കാലിങ്ങനെ അയ്യോ. അതായത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് മറന്നുപോയി. അവനുണ്ട്, അവനൊരു കൂസലും ഇല്ലാണ്ട് നടക്കുന്നുണ്ടോ. പൊന്നും കുരിശ് മുത്തപ്പൂ പൊന്മല കയറ്റം എന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണ് എല്ലാവരും കയറുന്നത്. അതുപോലെ തന്നെ മല ഇറങ്ങുമ്പോൾ പൊന്നിൻ കുരിശ് മുത്തപ്പൂ പൊന്മല ഇറക്കം എന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മൾ 7:15 താഴെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നേർച്ച പായസം വാങ്ങിച്ചു. അതിന് ശേഷം നമുക്ക് ഇത് കിങ്ങിണിയുമായിട്ടുള്ള അടിപിടിയാണ്. അവൾക്കൊരു ഐസ് വാങ്ങിച്ചു കൊടുത്തത് അവളുടെ അമ്മ ഇത്തിരി കഴിച്ചു, അതാണ് പറ്റിപ്പോയത്. അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് നമ്മളിനിയിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ
കുറച്ച് അവിടെയൊക്കെ നടന്നൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോകും. നാളെ ജലദോഷം നമുക്ക് ക്ഷീണിച്ച അവശ നിലയിലായിരുന്നു. കുഞ്ഞുണ്ണിയോ ക്ഷീണിച്ച? അപ്പോൾ ഒന്ന് ക്ഷീണിച്ച? ഒന്ന് വീട്ടിൽ പോയാൽ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിളച്ചിലെടുക്കാൻ. മല കയറി ഇറങ്ങിയ ഉടനെ ഒന്നും കൂടി കയറണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളില്ലേ എന്ന് പറയും. പക്ഷെ അടുത്ത വർഷവും വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മലയാറ്റൂർ മലയോടും മുത്തപ്പനോടും അതുപോലെ നമ്മുടെ നക്ഷത്ര തടാകത്തിനോടും ഒക്കെ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊരു മടിച്ചിയാണ്. വീഡിയോ എടുത്താൽ തന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മടിയാണ്. എന്നാലും ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകണം എന്ന്. അപ്പം നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് തന്നാൽ ചിലപ്പോൾ ഞാൻ നന്നായിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.